ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം തന്നെ പറയാം. അതും സമയം 12 രാത്രി 12 മണി 12 കേട്ടോ. ഹലോ, ഇന്ന് നമ്മള് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് കാര്യം വേണമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിഷമത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. അതായത് ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം തന്നെ പറയാം അല്ലേ. കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടത് എറണാകുളത്ത് ചേർന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു പറഞ്ഞ വഴിയായിരുന്നോ? ആ വീഡിയോ എടുത്തിട്ട് അന്ന് രാത്രി നമ്മൾ എറണാകുളത്ത് നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആയി. വണ്ടി ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ വണ്ടി ഒന്നല്ല, നമ്മുടെ വണ്ടി വന്ന് ഇടിച്ചത് ലോറി എന്ന് പറഞ്ഞാൽ വലിയ കണ്ടെയ്നർ ലോറി. ജീവൻ തിരിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം ഭാഗ്യം കൊണ്ട് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അന്ന് ചിലപ്പോൾ എന്തൊരു സംഭവിച്ചു അന്ന് ശരിക്കും. അതായത് വണ്ടി നമ്മൾ ഓടിച്ചു വരായിരുന്നു, എറണാകുളത്ത് നിന്ന് ഓടിച്ചു വരായിരുന്നു. നല്ല മഴ ഉണ്ടായിരുന്നു. നല്ല മഴ ഉണ്ടായിരുന്നു. ഞാൻ ആ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മഴ ഉണ്ടായിരുന്നു. ഞാനും ഉണ്ടായി പൊന്നൂസും, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വരണ വഴിക്ക് വെച്ചിട്ട് ചാലക്കുടി പാലം എത്തണതിന് തൊട്ട് മുൻപ് ഒരു ലോറി, വലിയൊരു കണ്ടെയ്നർ ലോറി നമ്മുടെ വണ്ടിയുടെ സൈഡിൽ ഒന്ന് ഇടിച്ചു. രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള വണ്ടിയാണ് ഇത്. വണ്ടി വന്ന് ഇടിച്ച വഴി തന്നെ വണ്ടിയുടെ കൺട്രോൾ പോയി. ചാലക്കുടി പാലത്തിന് തൊട്ട് മുൻപ് വെച്ചിട്ടാണ് ലോറി നമ്മുടെ വണ്ടിയിൽ വന്ന് ഇടിച്ചത്. ശരിക്കും വണ്ടി ഇടിച്ച് ഇവളറിഞ്ഞില്ലേ വണ്ടി ഇടിച്ചത്? നീ പെട്ടെന്ന് അറിഞ്ഞില്ലല്ലോ. ഞാൻ സൗണ്ടും കൂട്ടി വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോലെ അങ്ങോട്ടേക്ക് പോയി. സത്യം പറഞ്ഞാൽ അവിടെ ഒന്നാമത് നല്ല മഴയായിരുന്നു. അവിടെ നിന്ന് ചെറുതായിട്ട് കുറച്ചും കൂടി നീങ്ങി കഴിഞ്ഞാൽ നേരെ പാലാണ്. പാലത്തിന്റെ സൈഡിലേക്കോ പുഴയിലേക്കോ വണ്ടി തെറിച്ച് പോവാം. കാരണം ഒന്നാമത് സ്പീഡൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ഒരു നോർമൽ ഒരു 60-70 കിലോമീറ്റർ സ്പീഡ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വണ്ടി വന്ന് ഇടിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യണില്ല. നമ്മൾ ഫ്രീ ആയിട്ട് ഒരു കൈ പിടിച്ച് വണ്ടി ഓടിച്ചിട്ട് കൂളായിട്ട് നേരെ പോകണു. ഒരു ശല്യമില്ലാതെ ലെഫ്റ്റ് ട്രാക്കിൽ കൂടെ വണ്ടി രാത്രി 12 മണി 12 കേട്ടോ. നമ്മൾ പീസായിട്ട് പതുക്കനെ പാട്ടൊക്കെ വെച്ച് പതുക്കനെ ഇങ്ങനെ പോണു. പക്ഷെ ഈ വണ്ടി വന്ന് ഇടിച്ച സമയത്ത് നമ്മുടെ കൺട്രോൾ പോയി. വണ്ടി അങ്ങോട്ട് തെന്നി അങ്ങോട്ട് മറ്റേ പുഴയിലേക്കൊക്കെ വീണായിരുന്നെങ്കിലോ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യണില്ലല്ലോ. വണ്ടി ഒരു സൗണ്ടും കേട്ടു, നല്ലൊരു സൗണ്ടും കേട്ടു. എന്നിട്ടാണെങ്കിൽ ലോറിക്കാരൻ വണ്ടി നിർത്തണില്ല. അവരാണെങ്കിൽ അങ്ങോട്ട് ഇടിച്ചത് കണ്ടിട്ട് അവരങ്ങോട്ട് പോവാണ്. അവർക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് അവര് വണ്ടി വന്ന് ഇടിച്ചതാണ്. അത് നമ്മൾ നേരെ പോണ വണ്ടിയുടെ സൈഡിൽ വന്നിട്ട് ലോറിക്കാരൻ ഇടിച്ചിട്ട് ഞാൻ എന്നിട്ട് എനിക്ക് വണ്ടിയിൽ എന്തൊരു സംഭവിച്ചേക്കണെന്ന് എനിക്കറിയില്ല. വണ്ടിയുടെ ടയർ എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഒരു കണ്ടീഷനിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടിയിൽ വീഴോ അങ്ങനെ ഒരു ടെൻഡൻസി ഒക്കെ എനിക്ക് തോന്നി. കുറച്ച് പതുക്കനെ മൂവ് ചെയ്തപ്പോൾ കുഴപ്പമില്ല, വണ്ടി ഓക്കെയാണ്, നീങ്ങണുണ്ട്. പക്ഷെ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെയും പിടിക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വണ്ടി പതുക്കനെ നീങ്ങിയപ്പോൾ ഒരു പ്രശ്നമില്ല. വണ്ടി ബാലൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ടയറൊന്നും പഞ്ചർ പോലെയായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞാൻ നേരെ വണ്ടി എടുത്തു. വണ്ടി അവരെ പിന്നാലെ എടുത്ത് അവരെ ഓവർടേക്ക് ചെയ്ത് അവർ നിർത്തണില്ല. കൈ കാണിച്ചിട്ട് പറഞ്ഞിട്ടൊന്നും നിർത്തില്ല. നല്ല മഴ കേട്ടോ. മഴയുള്ള സമയത്താണ് നടന്നുകൊണ്ടിരിക്കണേ. എന്നിട്ട് വണ്ടി വട്ടം വെച്ചപ്പോഴും അവർ കടന്നു പോണ പോലെയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഒരു കണക്കിന് ചാലക്കുടി പാലൊക്കെ എത്തണതിന് തൊട്ട് മുൻപ് തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി പതുക്കനെ വട്ടം വെച്ച് പതുക്കനെ ഒതുക്കി അവരെ കൊണ്ട് ഞാൻ സൈഡ് ഒതുപ്പിച്ചു. അപ്പോഴാണ് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കണം. ഞാൻ കാണിച്ചു തരാട്ടത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോ വണ്ടിയുടെ സൈഡിലെ ഡോറ് ഈ സൈഡൊക്കെ വിചാരിച്ച അത്രയ്ക്കും പ്രശ്നമില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മള് എന്താ പറയാ, നമ്മൾ അങ്ങനെ കൊണ്ടുനടക്കണം. വണ്ടിയുമ്പോൾ ഇതൊക്കെ സംഭവം വന്നു കഴിഞ്ഞപ്പോഴേ പെട്ടെന്ന് ആകെ ഭയങ്കര വിഷമായി. കാരണം നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും ആവട്ടെ വിചാരിക്കാം. പക്ഷെ നമ്മുടെ ഭാഗത്ത് നല്ല മിസ്റ്റേക്ക് പറ്റിയത്. കാരണം നമ്മള് ലെഫ്റ്റിൽ കൂടെ പോവാ. പക്ഷെ അവര് ഇങ്ങട് തിരിയാൻ ലോറിക്കാരൻ ഓവർടേക്ക് ചെയ്യാനായിട്ട് കടന്നതൊന്നല്ല. ആള് റൈറ്റ് സൈഡ് പിടിച്ച് തന്നെ പോണ്ടായോ. ഒന്നാമത് നമ്മുടെ നാട്ടിലെ ലോറിക്കാരുകളും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വന്ന ലോറിക്കാരും ഒക്കെ റൈറ്റ് സൈഡ് പിടിച്ചിട്ട് തന്നെയാണ് പോണത്. അവരടുത്ത് ലെഫ്റ്റ് സൈഡ് പിടിച്ചിട്ട് ഹെവി വെഹിക്കിൾസും ഒക്കെ ലെഫ്റ്റ് സൈഡ് പിടിച്ച് പോകണമെന്ന് പറഞ്ഞിട്ട് എല്ലാ വെഹിക്കിൾസും റൈറ്റ് സൈഡ് പിടിച്ചിട്ട് ഹെവി വെഹിക്കിൾസും ഒക്കെ റൈറ്റ് സൈഡ് പിടിച്ചിട്ട് തന്നെയാണ് പോണത്. പക്ഷെ അവരെന്നിട്ട് നമ്മളവിടെ എത്തി അവരടുത്ത് ഇറങ്ങി കണ്ട് സംസാരിച്ച് അപ്പോൾ അവര് പറയാണ് അവരുടെ മിസ്റ്റേക്ക് അല്ല, അവരുടെ മിസ്റ്റേക്ക് അല്ല, ക്യാമറ ഉണ്ട്, നിങ്ങൾ ക്യാമറ നോക്കി. നിങ്ങൾ ക്യാമറ കാണിച്ചാൽ നിങ്ങളുടെ വണ്ടിയിൽ ക്യാമറ നിങ്ങൾ കാണിച്ചാൽ എന്ന് പറഞ്ഞു. കാരണം വെറുതെ ലെഫ്റ്റ് സൈഡിൽ കൂടെ പീസായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി മൂന്ന് ഇടിച്ചിട്ട് അവര് പറയാ നമ്മുടെ മിസ്റ്റേക്കാണ്. ഞാൻ പറഞ്ഞു പറ്റില്ല, വണ്ടി ഇതാക്കി തരണം, വണ്ടി റെഡിയാക്കി തരണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. സംഭവം നമ്മൾ കണ്ണന്തിരിവ് കാണിക്കാറുണ്ട് റൂട്ടില്. പക്ഷെ
ഇത് അങ്ങനെയല്ല, ആവശ്യത്തിനൊക്കെയാണ് എന്തെങ്കിലും കാണിക്കാറുള്ളൂ. അതല്ല ഇത് എന്നിട്ട് അവര് വന്നിട്ട് പറഞ്ഞു 1000 രൂപ തരാം, എൻ്റെ കയ്യിൽ അത്രയ്ക്ക് പൈസ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയി. ഞാൻ പറഞ്ഞു ശരിയാവില്ല, ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് അപ്പം തന്നെ പോലീസിനെ വിളിച്ചു. ഇതൊക്കെ ഈ സംഭവം നടക്കുമ്പോൾ ഒക്കെ രാത്രി 12-1 മണി സമയത്ത് നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. അതായത് ഒരു 5 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ അപ്പുറത്ത് നിൽക്കണം, അപ്പുറത്ത് നിൽക്കണ ആളെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒടുക്കത്തെ മഴ. ആ മഴ മൊത്തം നിന്നുകൊണ്ടു. ആ മഴ മുത്തുകൊണ്ട് പറഞ്ഞാൽ തുടക്കം തൊട്ട് അവസാനം വരെ നിന്ന് കൊണ്ടു. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു പോലീസുകാരെ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യ്, ഇനി പോകാൻ പറ്റില്ല, പോലീസുകാർ വന്നിട്ട് പോയാൽ മതി എന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. ഹിന്ദിക്കാരാണ്, രാജസ്ഥാൻകാരാണ്, 2 പേര്. വലിയ പ്രായമൊന്നുമില്ല, ഒരു 25 വയസ്സ് പ്രായമുള്ളൂ. അപ്പോൾ അവരോട് അവരുടെ പൈസയൊന്നും ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ലോഡ് എടുക്കാൻ പോകണമെന്നാണ്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മൾ പറ്റില്ല, പോലീസുകാർ വന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ. എന്നിട്ട് പോലീസുകാർ വന്നിട്ട് അവരോട് സംസാരിച്ചു പറഞ്ഞു. പോലീസുകാർ എൻ്റെ അടുത്ത് പറഞ്ഞു അവരെന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ മേടിച്ചിട്ട് പൊക്കോളൂ, എന്നിട്ട് വണ്ടിക്കാണെങ്കിൽ ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ളതാണ്, എന്നിട്ട് ഇൻഷുറൻസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. അപ്പോൾ അവന്മാർ പറഞ്ഞു അവരെ 1000 രൂപ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറ്റില്ല, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കില്ല. കാരണം നമ്മളൊന്ന് ആലോചിക്കണേ, നമ്മൾ സ്വസ്ഥമായിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കണ വണ്ടിയുടെ ബാക്കിൽ വന്ന് ഇടിച്ച് നമുക്കാണ് എക്സ്പെൻസും കാര്യങ്ങളും മൊത്തം വരാം. ഞാൻ അന്വേഷിച്ചപ്പോൾ അത് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു 10,000 രൂപയോളം എക്സ്പെൻസ് വരും. 2 ഡോറും കാര്യം കാണിച്ചു തരാം കേട്ടോ. അത് അത്ര എക്സ്പെൻസ് വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊണ്ട് കളയേണ്ട ആവശ്യം വന്നിട്ടിരിക്കണേ. നമ്മുടെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ക്ലെയിമിൻ്റെ ബോണസും കുറയും. അപ്പോൾ അവരുടെ മാക്സിമം പൈസ മേടിക്കുക അതാണ് നമ്മുടെ ഉദ്ദേശമായിരുന്നത്. എന്നിട്ട് അവരോട് സംസാരിച്ച് പിടിച്ച് അവരിൽ നിന്ന് കുറച്ച് പൈസ കിട്ടി. ആ സംഭവം അന്ന് രാത്രി ആ മഴ മൊത്തം നിന്നുകൊണ്ട് ഫുൾ പിറ്റേ ദിവസം പനി. ഒടുക്കത്തെ പനി സത്യം പറഞ്ഞാൽ അന്ന് അവിടെ നിന്ന് വന്നപ്പോ എറണാകുളത്ത് വന്നപ്പോ അവര് വരണ്ടാന്ന് പറഞ്ഞതാ, നമ്മളടുത്ത് അവിടെ നിക്കാൻ പറഞ്ഞതാ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ണി ഇവിടെ ഒറ്റയ്ക്കല്ലേ, അപ്പൊ അവിടെ നിക്കാൻ പറഞ്ഞതാ നമ്മളോട്. എന്തായാലും മഴയാ, ഭയങ്കര മഴയാണല്ലോ. രാത്രി സമയത്ത് ഓടിച്ചും പോണ്ട, അത് ഇതേമാതിരി ബ്ലോക്ക് പറയാനുണ്ടോ ബ്ലോക്ക്. അതായത് നമ്മള് രാത്രി ഒരു ഏകദേശം ഒരു 12 മണിക്ക് നമ്മൾ അങ്കമാലി എത്തിന്ന് വിചാരിക്കുക. നമ്മള് ചാലക്കുടി സംഭവം എത്തണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂറോളായിരുന്നുകൊണ്ട് അത്രയ്ക്കും ബ്ലോക്കാണ്. നമ്മുടെ കറുകുറ്റി കഴിഞ്ഞ് ചെറങ്ങരയിലെ സിഗ്നൽ മുതല് മുരിങ്ങൂര് കഴിയണ വരെ ബ്ലോക്ക്. 1 ഇഞ്ച് വണ്ടി അനങ്ങണം എന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് മിനിമം പിടിക്കും. അങ്ങനത്തെ രീതിയിലാണ് ആ മൊത്തം ദൂരം. എൻ്റെ പൊന്നെ, ആ ഒരു ഫ്രസ്ട്രേഷനിൽ അത് കഴിഞ്ഞപ്പോൾ സമാധാനത്തിൽ വണ്ടി ഓടിച്ച് വെറുതെ പീസായിട്ട് ഇങ്ങനെ സമാധാനത്തേക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലോറിക്കാരൻ്റെ വരവ്. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ 2:30 കഴിഞ്ഞു. 2:30 ഉണ്ടായി വീട്ടിലെത്തിയപ്പോൾ. അത് അപ്പനമ്മയും കിടന്ന് ഉറങ്ങായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അപ്പൻ്റെ സമാധാനം പോയേനെ. കാരണം നമ്മൾ വിളിച്ച് എനിക്ക് തോന്നുന്നു 10:30 കണ്ടാ നമ്മൾ പറഞ്ഞ നമ്മൾ എറണാകുളത്ത് വന്നോണ്ടിരിക്കണത് 10:00 ഇറങ്ങിയ നമ്മള് 2:30 വീട്ടിലെത്തിയിട്ടില്ല. എന്നിട്ടാ ഇത്രയ്ക്കും ദൂരം ഉണ്ട്, 65 കിലോമീറ്റർ ഉണ്ട് വരാനായിട്ട്. 65 കിലോമീറ്റർ വരാൻ എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്നിട്ടാ അത് എല്ലാവർക്കും അറിയില്ല. എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് പോണ ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. 5 സ്ഥലത്താണ് ഒരുമിച്ച് മറ്റേ പാലം പണിയാൻ വേണ്ടിട്ട് പൊളിച്ചിട്ടേക്കണം. നമ്മള് വണ്ടിയിൽ ഇരുന്നിട്ട് തട്ട് കിട്ടണത്. അതെ, എനിക്കും വണ്ടിയിൽ ആദ്യമായിട്ട് ആക്സിഡന്റ് ഉണ്ടാവണത്. ഞാനും ഇതേവരെ സംഭവം ഞാൻ വണ്ടിയില് നമ്മള് പോയിട്ട് എവിടെ ഇടിക്കാറൊന്നുമില്ലല്ലോ. വണ്ടി എന്റെ വണ്ടി അങ്ങനെ ഇതേവരെ ഇടിച്ച് അങ്ങനെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യമാണ് വണ്ടി ചെറിയതായിട്ട് വണ്ടി തിരിക്കുമ്പോഴോ വളയ്ക്കുമ്പോഴൊക്കെ ചെറിയ സ്ക്രാച്ച് ആവണതല്ലാതെ വണ്ടിയുമ്പോ വേറെ വലിയ ഇടിയോ വേറെ വണ്ടി ഒന്ന് ഇടിക്കുകയോ വേറെ വണ്ടി വന്ന് ഒരു വണ്ടി വന്ന് എന്റെ സ്വിഫ്റ്റും ഇടിച്ചിട്ടുണ്ട്. സ്വിഫ്റ്റുമ്പോ ബാക്കിൽ ഒരു വണ്ടി വന്ന് ഇടിച്ചിട്ടുണ്ട്. ഒരു എന്തൊരു സ്കോർപ്പിയോ വന്നിട്ട് അത് അങ്കമാലി ബ്ലോക്കിൽ കിടക്കുമ്പോൾ തന്നെയാണ് ഒരു വണ്ടി വന്ന് ഇടിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് ഞാൻ വേറെ വണ്ടി പോയി ഇടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ബൈക്ക് വീണിട്ടുണ്ട്, പക്ഷെ അല്ലാണ്ട് വേറെ ഇന്നോവയും കാര്യങ്ങളൊന്നും ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇതാണ് എനിക്ക് ഉണ്ടായിരിക്കണ ഒരു വലിയൊരു ആക്സിഡന്റ് എന്റെ ലൈഫിൽ ഉണ്ടായിരിക്കണത്. സൈഡില് പിന്നെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ടിലായിരുന്നു. അതുകൊണ്ട് പിന്നെ അത് ആ ഒരു ഞാൻ കാണിച്ചു തരാം എന്തായാലും. ഈ വണ്ടി കണ്ടോ, നമ്മുടെ ഈ ഇന്നോവയാണ് ആക്സിഡന്റ് ആയത്. ഈ സംഭവം കണ്ടോ, അതായത് നമ്മള് ലെഫ്റ്റ് സൈഡിലെ ട്രാക്ക് പിടിച്ച് പോയായിരുന്നു. ലോറിക്കാരൻ വന്നിട്ട് നേരെ വന്നിട്ട് ഇവിടെ ഒരു തട്ട്. ഈ സാധനം ഈ സാധനം ഇത് എന്തുകൊണ്ടാണെന്നറിയ ഇത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാണ്ടിരുന്നത്. വണ്ടി കുലുങ്ങണ്ടായിരുന്നു ആ സമയത്ത്. തുറന്നിട്ട് ഡോറ്
ആ വണ്ടി ഇടിച്ചപ്പോ വണ്ടി കുലുങ്ങണ്ടായിരുന്നു. തുറക്കാൻ പറ്റില്ലേ? അത് ടൈറ്റ് ആയിട്ടിരിക്കാന്നുണ്ട് ഇവിടെ. ഇത് ഇങ്ങനെ ഇരിക്കണതിന്റെ പേരിലാന്നുണ്ട്. മറ്റേ അതായത് ഈ ഒരു പോർഷൻ കണ്ട, ഇതൊരു ഇച്ചിരി കട്ടിയുള്ള സ്ഥലമാണ്. അതാന്ന് തോന്നണു വലിയ രീതിയിൽ അത് എഫക്റ്റ് ചെയ്യാണ്ടിരുന്നത്. ഇങ്ങനത്തെ സ്ഥലമൊക്കെ ആയിരുന്നെങ്കിൽ ഈ ബ്ലൂം എന്ന് പറഞ്ഞ സാധനം ഉള്ളിൽ കയറി പോയാനെ. ഇവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന്. ഈ സൈഡൊക്കെ ആകെ ഞളങ്ങിയിരിക്കണേ. ഈ സൈഡ് ഈ ഡോറിന് ഫുൾ പെയിന്റ് ചെയ്യണം. ഈ സൈഡ് പാച്ച് ചെയ്തെടുക്കണം. ഇതാണ് നമ്മൾക്ക് വണ്ടിക്ക് പറ്റിയ പ്രശ്നം, കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഇത്രേ ഉള്ളൂ ആക്സിഡൻ്റ് ആയ കഥ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനൊക്കെ. ടാറ്റ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.